സൂപ്പർ വുമൻ ലോക വാമ്പയർ ഒരു സ്റ്റോറി ഭയങ്കര ആ സമയത്ത് ഭയങ്കര യുണീക്കായിട്ട് നമ്മൾ മലയാളത്തിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അപ്പൊ ഇനി അങ്ങനത്തിനൊരു മൂവി തന്നാ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞോളൂ. പക്ഷെ ഓഫ്കോഴ്സ് നേരത്തെ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് നല്ലതാണ്, എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ്, ഞാൻ ചെയ്യും. അങ്ങനെയൊന്നുമില്ല. നല്ല ക്യാരക്ടേഴ്സ് നല്ല സിനിമ എന്നുള്ളതായിരുന്നു. അത് ഒരാൾ എന്തായാലും ഒരു നല്ല ക്യാരക്ടർ ചെയ്തില്ലേ, അതിനെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. ഇനി അതുപോലത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യണമെന്ന് എനിക്കില്ല. ഇല്ല, അത് അവർക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവർക്ക് തോന്നുകയാണെങ്കിൽ വിളിക്കട്ടെ. അവാർഡോ? ഇല്ലില്ല. ഇനി വല്ല CGക്കും ഒക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും. CG ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നന്നായി ഡിസേർവ് ചെയ്യുന്നുണ്ട്. അവാർഡ് കിട്ടുന്നതൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നുമില്ല. 2002 നമ്മളുടെ മലയാള സിനിമയിൽ വന്നത്. ഇപ്പൊ 24 വർഷമായി സിൽവർ ജൂബിലി എടുക്കുകയാണ്. കരിയർ ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോവാണോ? അപ്പൊ ത്രില്ലർ ജോണറുകൾ സൗത്ത് ഇന്ത്യയിൽ അത്യാവശ്യം മാർക്കറ്റ് ഉണ്ട്, കന്നഡ, തെലുങ്കിലൊക്കെ. അതിൽ കൂടുതലും ഇങ്ങനത്തെ ത്രില്ലർ മൂവികളല്ല ചെയ്തിട്ടുള്ളത്. ഞാൻ കന്നഡയിൽ ഒരു കേസ് ഓഫ് കൊണ്ടാന എന്ന് പറഞ്ഞൊരു ത്രില്ലർ ഫിലിം ചെയ്തിട്ടുണ്ട്. ഹണ്ട് ഹൊററാണ്, പ്രേതമാണ്. മറ്റേ ത്രില്ലർ. അത് കുറച്ച് എനിക്കത് കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ത്രില്ലർ ആണോ ഹൊറർ ആണോ. അത് ഹണ്ട് പ്രോപ്പർ പ്രേതമാണ്, പ്രേതം. അത് മറ്റേ ഇത് കറക്റ്റ് ഇൻവെസ്റ്റിഗേഷനാ. അപ്പം കേസ് ഓഫ് കൊണ്ടാന എന്നാണ് ഞാനൊരു കന്നഡ ഫിലിം ചെയ്തിട്ടുണ്ട്. അത് ഇൻവെസ്റ്റിഗേഷൻ അല്ല, ഞാൻ പോലീസ് ഓഫീസറാണ്. അതല്ലാതെ ത്രില്ലേഴ്സ് ഞാൻ അധികം ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് ത്രില്ലർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്ന് കരുതി ഇനി വരികയാണെങ്കിലും നമുക്ക് ഇൻട്രീഗിങ് ആയിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിൽ ചെയ്യും. ത്രില്ലർ മാത്രമേ ചെയ്ത് കൂടുതൽ ത്രില്ലർ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു ആക്ടർ എന്നുള്ള രീതിയിൽ എത്രയും വ്യത്യാസമുള്ള ക്യാരക്ടേഴ്സ് വരുന്നു അത് ചെയ്യുന്നു എന്ന് മാത്രം.